സീതാവിലാപം. സീതാദേവിയും അതു കേട്ട നേരത്തു തത്ര മേദിനി തന്നിൽ വീണു മോഹിച്ചു നിസ്സംജ്ഞയായി. അങ്ങനെ മുഹൂർത്തമാത്രം കഴിഞ്ഞൊരു ശേഷം അങ്കനാമണി മോഹം തീർന്നുടനൊന്നു വീർത്താൾ. അയ്യോ ഭർത്താവേ, വെടിഞ്ഞായോ മാം വൃഥാബലാൽ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥ? ഞാൻ മുന്നമനേകം മാനുഷരെ ദുഃഖിപ്പിച്ചു, കാമ്യതാരങ്ങളോടു വേർപെടുത്തതിൻ ഫലം ഞാൻ ഇപ്പോൾ അനുഭവിച്ചിടുന്നതിനുമേൽ ദീനത്വമെത്ര കാലം ഭുജിച്ചിടുക വേണം? സന്തതം മുനികളും താപസപത്നിമാരും എന്തിനു വെടിഞ്ഞിതോ രാഘവൻ നിന്നെ എന്നോ? സന്തതം ചോദിച്ചാൽ ഞാൻ എന്തവരോടു ചൊല്ലും? സന്താപം എന്തുകൊണ്ടു ഞാൻ പൊറുക്കുന്നിതയ്യോ? വല്ലതാകിലും പ്രാണത്യാഗം ചെയ്തിടുവൻ ഞാനില്ല, സന്തതി സൂര്യവംശത്തിനെന്നും വരും. മാതാക്കന്മാരോടു ചെന്നെല്ലാമേ ചൊല്ലിയിടു നീ, ഖേദമുണ്ടവർകൾക്കും എന്നെയോർത്തിയിടുന്നേരം. വല്ല ജാതിയും മനോരഞ്ജനയോടും കൂടെ കല്യാണത്തോടും വാണിടുന്നതു നൃപധർമ്മം. ലോകാഭവാദം ശങ്കിച്ചെന്നെ സന്ധിച്ചിതു ലോകനായകൻ മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. എന്നെ വേറിട്ട കാലമേതുമേ ദുഃഖിയാതെ നന്നായി രക്ഷിക്കപോ മണ്ഡലം ധർമ്മത്തോടെ. അഗ്രജൻ തന്നെ പരിചരിച്ചിടുക നിത്യം, വ്യഗ്രവും കളഞ്ഞെങ്കിൽ പോയാലും വൈകിടാതെ. വൈദേഹി വാക്കു കേട്ടു മൂന്നൊരു പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കണ്ണീർ വാർത്തുരിയാടാതെ പോയി ഭൂമിയിൽ വീണുരുണ്ടു കിടന്നു കരയുന്ന ഭൂമിനന്ദന തന്നെ നോക്കി നോക്കിപ്പോയി ചെന്നു. ഗംഗയും കടന്നുടൻ സുമന്ത്രരോടും കൂടി മംഗലം പ്രാർത്ഥിച്ചു മന്ദം മന്ദം നടകൊണ്ടാൻ. അന്നേരം സൗമിത്രിയും സുമന്ത്രരോടു ചൊന്നാൻ, നന്നു നന്നിവയോർത്താൽ എത്രയും ചിത്രം ചിത്രം. മാനവശ്രേഷ്ഠനായ രാമചന്ദ്രനും തഥാ ജാനകീദേവിക്കും ഓരോ നാളുണ്ടായി വന്ന ദുഃഖങ്ങൾ നിരൂപിച്ചാൽ എത്രയും കഷ്ടം കഷ്ടം. ദുഷ്കർമ്മം കുറഞ്ഞൊന്നു ചെയ്തിട്ടില്ലല്ലോ താനും. സൗമിത്രി വാക്കു കേട്ടു സുമന്ത്രരരുൾ ചെയ്തു, നാം ഇത്ര ദുഃഖിപ്പതിനില്ല അവകാശമേതും. സാമർത്ഥ്യം കൊണ്ടു നീക്കാവതല്ല ദൈവമതം. സൗമിത്രേ, കേട്ടാലും നീയെങ്കിലോ പുരാവൃത്തം. നിങ്ങൾ നാൽവരും പിറന്നുണ്ടായ ശേഷത്തിങ്കൽ പൊങ്ങിയോരാനന്ദവും കൈക്കൊണ്ടു ദശരഥൻ ചെന്നിതു ഗുരുവായ വസിഷ്ഠാശ്രമത്തിങ്കൽ. അന്നുടൻ അത്രിപുത്രനാകിയ ദുർവാസാവും വന്നിതു ചാതുർമാസ്യമിരിപ്പാൻ തത്രൈവ കേൾ. വന്നിച്ചു നൃപേന്ദ്രനും താപസശ്രേഷ്ഠന്മാരെ, വസിഷ്ഠാകൃതമായൊരാദിത്യം ഗ്രഹിച്ചുടൻ വസിച്ചു യഥാസുഖം. ഭൂപതി ശ്രേഷ്ഠൻ താനും കുശല പ്രശ്നങ്ങൾ ചെയ്തിതു മുനീന്ദ്രന്മാർ. കുശലം തന്നെ എന്നു പറഞ്ഞു നൃപേന്ദ്രനും. വന്നിച്ചു ദുർവാസാവു തന്നോടു ചോദ്യം ചെയ്തു, നന്ദനന്മാരുണ്ടല്ലോ 4 പേരെനിക്കിപ്പോൾ, എന്നതിൽ ജ്യേഷ്ഠൻ രാമൻ ദീർഘായുഷ്മാനോ മേലിൽ വന്നിടും ഗുണദോഷങ്ങളെയുമരുൾ ചെയ്യുക. ബാലന്മാർ മറ്റുള്ളോരും ഗുണവാന്മാരോ പാർത്താൽ ശീലാദി ഗുണങ്ങളും എത്രയുണ്ടതുമെല്ലാം. മേലിലുള്ള അവസ്ഥകൾ ദിവ്യലോചനം കൊണ്ടു കാലമേ കാണാമല്ലോ സർവവും ഭവാദൃശാം. ഇത്തരം നൃപവാക്യം കേട്ടുടൻ ദുർവാസാവും സത്വരമരുൾ ചെയ്തു, കേട്ടുകൊണ്ടാലുമെങ്കിൽ ഈ 7 ലോകങ്ങളും പരിപാലിച്ചു നന്നായി ശ്രീരാമൻ 11,000 വത്സരം വാഴും. പൗരന്മാരോടും ഭ്രാതാക്കന്മാരാമവരോടും ആരോടാനന്ദം പിന്നെ വൈകുണ്ഠം പ്രാപിച്ചിടും. ജാനകി ദേവി തന്നെ മധ്യേ മാനുഷശ്രേഷ്ഠൻ
കാനനം തന്നിലുപേക്ഷിക്കുകയും ചെയ്യുമല്ലോ. ദുഃഖകാലവും സുഖകാലവും ഓർത്തു കണ്ടാൽ ദുഃഖകാലങ്ങളേറിയിരിക്കുമല്ലോ താനും. പുത്രന്മാരിരുവരുണ്ടായി വരും, അവരെയും പൃഥ്വീശനോരോ രാജ്യം തോറും വാഴിക്കും താനും. പിന്നെ അങ്ങ് അയോധ്യയും വനമായി വന്നുകൂടും. മന്നവൻ അയോധ്യാവാസികളായവർക്കെല്ലാം തന്നെ ലോകം കൊടുത്തിടുമെന്നതു നൂനം. പിന്നെയും സൂര്യാന്വയമൊടുങ്ങിക്കൂടുവോളം അന്നുള്ള അവസ്ഥകൾ അരുളി ചെയ്തു മുനി. മന്നവൻ എന്നോടരുൾ ചെയ്തിരു, മറ്റാരോടും എന്നും ഈ അവസ്ഥകൾ ഉര ചെയ്യുക വേണം. അന്നു തൊട്ടാരോടും ഞാനുര ചെയ്തതുമില്ല. എന്നിരിക്കലും ഇന്നു നിന്നോടു പരമാർത്ഥമൊന്നൊഴിയാതെ പറഞ്ഞിടരുതെന്നില്ലല്ലോ. എന്നെല്ലാം പറഞ്ഞു നിൽക്കും നേരം വൈദേഹിയും വന്നൊരു ദുഃഖം സഹിയാഞ്ഞു വീണുരുണ്ടുടൻ. അയ്യോ ഭർത്താവെ, വെടിഞ്ഞായോ മാം വെറുതെ നീ, തീയിൽ ചാടണമെന്നു ചൊന്നതും ചെയ്തേനല്ലോ. വന്നിയിൽ ചാടി മരിക്കാമെന്നു നിരൂപിച്ചാൽ വന്നിയും ചുടുകയില്ലെന്ന എന്താവതയ്യോ. എന്തോന്നു പറവതു നിന്നോടും കൂടി മുന്നം. സന്തോഷം പൂണ്ടു വാണതോരോന്നേ നിരൂപിച്ചാൽ വെള്ളത്തിൽ കാലും കെട്ടിച്ചാടിച്ചാകയോ നല്ലോ. വള്ളിയും കെട്ടി ഞാന്നു ചാകയോ നല്ലു പാർത്താൽ കാളസർപ്പത്തെ കൊണ്ടു കടിപ്പിച്ചിടുകയോ കാളകൂടത്തെ പാനം ചെയ്തു ചാകയോ നല്ലോ. ഏതൊരു ജാതി മമ പ്രാണനെ കളയാവോ, മേദിനി തന്നിൽ വസിക്കുന്നതുമിനി മതി.